നമസ്കാരം, പത്രവാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അതുൽ. എൻ്റെ കൂടെയുള്ളത് നിന്ന് പ്രസീനയാണ്. നമുക്ക് മെയിൻ പത്രങ്ങളിലെ തലക്കെട്ടുകൾ എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇന്ന് എന്താണ് പ്രധാനപ്പെട്ട വാർത്തകൾ? നമുക്കറിയാം, ഇന്നലെയൊക്കെ ആയിട്ട് വാർത്തകളിലൊക്കെ വലിയ ഇടം നേടിയ ഒന്നാണ് ED റെയ്ഡ്. നമുക്കറിയാം, നമ്മുടെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീട്ടില് ED റെയ്ഡ് നടന്നിട്ടുണ്ടായിരുന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയുമായി CMRL കമ്പനി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പിണറായിയുടെ 2 ഇടത്തെ വീടുകളിലടക്കം 12 സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ്. പിണറായി വിജയനും കുടുംബവും താമസിക്കുന്ന തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ 8 മണിക്കൂർ നീണ്ട പരിശോധന പൂർത്തിയാക്കി പുറത്തിറങ്ങിയ ED ഉദ്യോഗസ്ഥരെയും PRF സേനാംഗങ്ങളെയും CPM സംസ്ഥാന സെക്രട്ടറിയുടെ അടക്കം സാന്നിധ്യത്തിൽ പാർട്ടി പ്രവർത്തകർ ആക്രമിച്ചു. ഇന്നലെ അവര് ED പ്രവർത്തകര് അത് കഴിഞ്ഞ് അവിടുന്ന് പോകുമ്പോൾ ആക്രമണം നേരിട്ടിട്ടുണ്ടായിരുന്നു. 2 കാറിന് അവരുടെ ചില്ല് പൊട്ടിച്ച് ഇഷ്ടിക കൊണ്ടൊക്കെ ആക്രമണം നടത്തി വലിയ പ്രശ്നമായിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ തന്നെ ഏറ്റവും അല്ലെങ്കിൽ കേരളം ഒട്ടാകെ ചർച്ച ചെയ്ത ഒരു വാർത്ത തന്നെയായിരുന്നു ഈ ഒരു ED റെയ്ഡ് എന്ന് പറയുന്നത്. അതായത് പ്രതിപക്ഷത്തിരുന്ന 10 വർഷത്തോളം പ്രതിപക്ഷത്തിരുന്ന ആ സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷം അവർ ആദ്യം എടുത്തൊരു ഒരു വിവാദപരമായ നടപടി എന്ന് പറയുന്നത് ഭരണപക്ഷത്തിരുന്ന മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ മറ്റു മന്ത്രിമാരുടെ വീട്ടുകളിൽ മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും ഒക്കെ റെയ്ഡ് നടത്തിയെന്നുള്ളതാണ്. നമുക്കിതിനെ നിയമപരമായിട്ടൊരു തെറ്റായ കാര്യമെന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഒരു രാഷ്ട്രീയപരമായിട്ട് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും ഇതൊരു പ്രതികാര നടപടിയാണോ അല്ലയോ എന്നൊക്കെ അല്ലെ. കഴിഞ്ഞ ദിവസം VD സതീശൻ സർക്കാർ കേന്ദ്രമന്ത്രിയെ കാണാൻ പോകുന്നു. അതെ, പ്രധാനമന്ത്രിയെ തന്നെ കാണുന്നു. അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ റെയ്ഡ് വരുന്നു. ഇതിന്റെ രാഷ്ട്രീയ ഉള്ളടക്കം എത്രത്തോളം എന്നുള്ളത് എല്ലാവരും ഒരുപോലെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ തന്നെ വളരെ രസകരമായിട്ടുള്ള ഒരു തലക്കെട്ടോടുകൂടിയാണ് ED അല്ല ED എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വാർത്ത കൊടുത്തിരിക്കുന്നത്. അതായത് പിണറായി വിജയന്റെ വീട്ടിന് റെയ്ഡിനെത്തി ED ഉദ്യോഗസ്ഥർക്ക് നേരെ CPM ആക്രമണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും അത് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലേ. അവര് വരുന്നത് അവരുടെ കൃത്യനിർവഹണം നടത്താനാണ്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ED റെയ്ഡ് നടന്നപ്പോ തന്നെ ഇവരുടെ പല സ്ഥലങ്ങളും ഇപ്പൊ കോഴിക്കോട് ആയിക്കോട്ടെ തിരുവനന്തപുരത്ത് ആയിക്കോട്ടെ വീടിന് മുന്നുകളിലൊക്കെ CPM പ്രവർത്തകര് പ്രതിഷേധം പ്രകടിപ്പിക്കുകയായിരുന്നു. മുതിർന്ന നേതാക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. അവരുടെ പ്രതിഷേധം അവിടെ രേഖപ്പെടുത്തുകയുണ്ടായി. അതിനുശേഷം വൈകുന്നേരത്തോടെ അവര് തിരിച്ചു പോകാൻ നേരത്താണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ED വന്നത് അവരുടെ സ്വന്തം കാറിലല്ല, അതൊരു ടാക്സി ഡ്രൈവർ അവര് അല്ലാതെ പുറത്തുനിന്ന് വിളിച്ചൊരു കാറിൽ നിന്നായിരുന്നു. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം EDക്ക് സത്യം പറഞ്ഞ ഒരു നഷ്ടവും ഇല്ല ഇങ്ങനെ കാറിനെ ആക്രമിച്ചുകൊണ്ട്. 2 പേർക്ക് പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതെ. അപ്പം എന്തായാലും നമ്മൾ കേരളം പോലൊരു സംസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന നിർഭാഗ്യകരമാണെന്ന് വേണം പറയാൻ. അതിനുശേഷം പിണറായി വിജയൻ വീടിന്റെ മുന്നിൽ വന്ന് പ്രവർത്തകരെ മുഷ്ടി ചുരുട്ടി അഭിവാദ്യം ചെയ്യുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കാണുകയുണ്ടായി. ഒരു സിനിമാറ്റിക് രംഗം പോലെ ആയിരുന്നു അതൊക്കെ. അപ്പം ശരിയാണ്, നമുക്ക് എന്തായാലും രാഷ്ട്രീയപരമായിട്ട് അമർഷങ്ങൾ ഉണ്ടാകാം. പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും കൈവിട്ടു പോകരുത്, ഒരു പരിധിയിൽ കൂടുതൽ കൈവിട്ടു പോകരുത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ശുദ്ധമാണെന്നും പിന്നെ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. കണ്ണൂരിലെ വീടുകളിൽ നിന്നൊന്നും യാതൊരു വിധത്തിലുള്ള തെളിവുകളോ കാര്യങ്ങളോ ഒന്നും ലഭിച്ചിട്ടില്ല. അതെ, അപ്പം ഇത്തരത്തിൽ അവിടുത്തെ കൃത്യനിർവഹണത്തിന് വന്ന ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് കുറച്ച് കടന്ന കൈയായി പോയോ എന്നുള്ളൊരു ചിന്തയാണ് ഇപ്പോ. അവരുടെ ഡ്യൂട്ടി അവർ ചെയ്തു. ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നീക്കമാണ്. അപ്പൊ അതിനെ രാഷ്ട്രീയപരമായിട്ട് തന്നെ നേരിടണം. അതിനെ കയ്യാങ്കളിയിലൂടെ നേരിടുന്നത് എത്രത്തോളം ഒരു ഹെൽത്തി, ഒരു രാഷ്ട്രീയപരമായിട്ട് നോക്കുമ്പോൾ അത് എത്രത്തോളം ഹെൽത്തി ആണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ പിണറായിയുടെ വാക്കുകൾ തന്നെയാണ്. അതായത് തളർത്താമെന്ന് മോഹിക്കേണ്ട, ഒന്നിച്ചിറങ്ങാമെന്നുള്ളതായിരുന്നു പിണറായി വിജയൻ ഈ ED റെയ്ഡൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രവർത്തകരോട് പറഞ്ഞത്. അതായത് ED പരിശോധന കൊണ്ടൊന്നും തളർത്തിക്കളയാമെന്ന് വ്യാമോഹിക്കേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നു. പരിശോധനയ്ക്ക് ശേഷം ED ഉദ്യോഗസ്ഥർ മടങ്ങിയതിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രതികരണം. പരിശോധന ആരംഭിച്ചത് മുതൽ വീടിനുള്ളിൽ ഉണ്ടായിരുന്ന പിണറായി വിജയൻ വീടിന് പുറത്തിറങ്ങിയാണ് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തത്. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല, ഇതൊരു തുടക്കമായിട്ടേ കാണുന്നുള്ളൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ വാക്ക്. EDയുടെ റെയ്ഡ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വാക്കുകൾ എന്ന് പറയുന്നത് ഇതായിരുന്നു. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല, ഇതൊരു തുടക്കമായിട്ടേ കാണുന്നുള്ളൂ എന്നുള്ളതായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഇനിയും LDF മുന്നണി ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ ഇത്തരത്തിലുള്ള പ്രത്യാക്രമണങ്ങളും ഇത്തരത്തിലുള്ള രാഷ്ട്രീയപരമായ നീക്കങ്ങളും ഒക്കെ. അപ്പം എന്തായാലും
എന്തൊക്കെയാണെന്ന് തന്നെയുള്ള വരും ദിവസങ്ങളിൽ ഇതിനോട് അനുബന്ധിച്ചിട്ടുള്ള കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവോ? ഇപ്പൊ തന്നെ CPM പ്രവർത്തകരൊക്കെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. ഇന്നലെ തന്നെ ഒരുപാട് CPI നേതാക്കൾ തന്നെ ഇതിനെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ജോൺ ബ്രിട്ടാസ് ആകട്ടെ, അല്ലെ MV ഗോവിന്ദൻ ആകട്ടെ, അല്ലെങ്കിൽ ബിനീഷ് കോടിയേരി ആകട്ടെ, ഇവരൊക്കെ ഇതിനെ അവരൊക്കെ പറയുന്നത് ഒരു BJP കോൺഗ്രസ് ഡീലാണെന്നുള്ളതാണ്. അതിന് അവർ വ്യക്തമായിട്ടുള്ള കാരണങ്ങളും പറയുന്നുണ്ട്. അതായത് ഇതിന് തൊട്ട് തലേ ദിവസം തന്നെ പ്രധാനമന്ത്രിയെ VD സതീശൻ പോയി കാണുന്നു. അതിനുശേഷം അതിന് തൊട്ട് അടുത്ത ദിവസം തന്നെ ഇങ്ങനെ ഒരു റെയ്ഡ് ഉണ്ടാകുന്നു. അപ്പം ഇതൊക്കെ അവര് ഈ ഒരു സംഭവത്തെ ഉപമിക്കുന്നത് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ നേതാവായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ ഇതുപോലെ ഇങ്ങനെ ഒരു ED റെയ്ഡ് നടത്തി സമാനമായിട്ട് ജയിലിലടയ്ക്കാൻ, തിഹാർ ജയിലിലേക്ക് മാറ്റാനൊക്കെ ശ്രമിച്ചിരുന്നു. അപ്പം ആ സമയത്ത് ഉയർന്നു വന്ന ആരോപണം എന്ന് പറയുന്നത് കോൺഗ്രസും BJPയും തമ്മിൽ കൂട്ടുകളിച്ച് ആം ആദ്മി പാർട്ടിയെ തകർക്കാൻ നോക്കിയെന്നുള്ളതാണ്. അപ്പം ഈ ഒരു സെയിം സിറ്റുവേഷൻ തന്നെയാണ് കേരളത്തിലും ഉണ്ടായിരിക്കുന്നതെന്നാണ് ഇവിടുത്തെ നേതാക്കളെല്ലാം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്. അപ്പോൾ VD സതീശൻ സർക്കാരിന്റെ അടുത്ത് മാധ്യമങ്ങൾ ചോദിക്കുകയുണ്ടായി ഈ ഒരു റെയ്ഡിനെ കുറിച്ചൊക്കെ. അദ്ദേഹം ഒരു ചിരി മാത്രം നൽകി പോവുകയാണ് ചെയ്തത്. ചിരി നൽകിക്കൊണ്ടാണ് അദ്ദേഹം പോയത്. അപ്പോൾ ആ ചിരി കൊണ്ട് എപ്പോഴും നമുക്ക് എല്ലാ ചോദ്യങ്ങളെയും മറികടക്കാൻ കഴിയില്ല. ഇതുപോലെയുള്ള ഗുരുതരമായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടി പ്രത്യേകിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിന് പറയേണ്ടതുണ്ട്. ഇതുപോലെയുള്ള ചിരികൾ നൽകിക്കൊണ്ട് എത്ര നാൾ നിങ്ങൾക്ക് ചോദ്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. പിന്നെ മറ്റൊരു വാർത്ത, തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ റെയ്ഡ് നടത്തിയ ED സംഘം വീണയുടെ മൊഴി രേഖപ്പെടുത്തി മടങ്ങുകയാണ് ചെയ്തത്. പിന്നെ 12 ഇടങ്ങളിലായി റെയ്ഡിൽ ആകെ 242 ബാങ്ക് അക്കൗണ്ടിലെ 18.36 കോടി രൂപ മരവിപ്പിക്കുകയാണ് ഉണ്ടായത്. വീണയുടെ 1.5 ലക്ഷം രൂപ നിക്ഷേപമുള്ള അക്കൗണ്ടും ഇതിലുണ്ട്. എന്താ പറയാ, അവരുടെ പേഴ്സണൽ അക്കൗണ്ട് എല്ലാം മരവിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് നമുക്ക് മനസ്സിലാക്കാം, ഒരു പ്രൊസീജിയർ ആവുമ്പോൾ ഒരു ED സംബന്ധിച്ചൊരു പ്രൊസീജിയർ ആവുമ്പോൾ അതിന് അനുബന്ധിച്ച് ഇതുപോലെയുള്ള അക്കൗണ്ട് മരവിപ്പിക്കലൊക്കെ സാധാരണമാണ്. പക്ഷേ അതാണ് പക്ഷേ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ അക്കൗണ്ടുകൾ മരവിപ്പിക്കും എന്ന് പറയുമ്പോൾ അതിലെന്തോ ഒരു പൊരുത്തക്കേട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വാർത്ത നോക്കിക്കഴിഞ്ഞാൽ UDF സർക്കാരിൻ്റെ ആദ്യ നയപ്രഖ്യാപനം നാളെയാണ് നടക്കാനിരിക്കുന്നത്. അതായത് UDF സർക്കാരിൻ്റെ ആദ്യ നയപ്രഖ്യാപനം വെള്ളിയാഴ്ച 9-ന് ഗവർണർ രാജേന്ദ്ര ആലേക്കർ നടത്തും. UDF തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായി ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചിരുന്നു. മുഖ്യമന്ത്രി VD സതീശൻ 100 ദിന കർമ്മ പരിപാടിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവ ഉൾപ്പെടുത്തിയാകും നയപ്രഖ്യാപനം. നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയം ജൂൺ 1 മുതൽ 3 വരെ ചർച്ച ചെയ്യാനാണ് നിയമസഭ തീരുമാനിച്ചത്. എന്നാൽ 1-ന് സ്കൂൾ പ്രവേശനം നടക്കുന്നതിനാൽ മണ്ഡലങ്ങളിൽ ഉണ്ടാകണമെന്ന് MLA-മാർക്ക് ആഗ്രഹമുണ്ട്. ഈ നിയമസഭയുടെ ആദ്യ കാര്യോപദേശക സമിതി യോഗം വെള്ളിയാഴ്ച നയപ്രഖ്യാപനത്തിന് ശേഷം നടക്കും. അപ്പോൾ എന്തായാലും ഇത്തരം വളരെ കനത്ത രീതിയിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ കേരളത്തിൽ നിലനിൽക്കുമ്പോഴും അതിനിടയിലൂടെ തന്നെ നാളെ കോൺഗ്രസ് സർക്കാർ, VD സതീശന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ എന്തായാലും അവരുടെ ആദ്യത്തെ നയപ്രഖ്യാപനം നടത്താൻ പോവുകയാണ്. അവർ ഒരുപാട് നയങ്ങൾ ഒരുപാട് വാഗ്ദാനങ്ങളിൽ തിരഞ്ഞെടുപ്പിനോട് സംബന്ധിച്ച് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ദിരാ ഗ്യാരണ്ടി, അതുപോലെ തന്നെ 100 ദിന കർമ്മ പദ്ധതി. അപ്പം ഇതെല്ലാം നാളെ അറിയാമല്ലേ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, ഇവയ്ക്ക് എത്ര പ്രാധാന്യം നൽകിയിട്ടുണ്ട്, ഇവയ്ക്കെല്ലാം ആവശ്യമായിട്ടുള്ള ഫണ്ട് ഖജനാവിൽ ഉണ്ടോ എന്നൊക്കെ നാളെ വരുമെന്നൊക്കെ നമുക്ക് നാളെ അറിയാം. അത് വെറും വാക്കുകളായിരുന്നോ അതോ പ്രവൃത്തിയിലൂടെ VD സതീശൻ സർക്കാർ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുമോ എന്നൊക്കെ നാളെ അറിയാം. മറ്റൊരു വാർത്ത, കേന്ദ്ര സഹായം നിലച്ചു, എൽഡർ ലൈൻ നിശ്ചലമാക്കുന്നു. എൽഡർ ലൈൻ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ പിന്തുണയോടെ വിവിധ സംസ്ഥാനങ്ങളിൽ ആരംഭിച്ച ഹെൽപ്പ് ലൈൻ സംവിധാനമാണ്. ഇത് 1456 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയാണ് ഇതിലേക്ക് വിളിക്കേണ്ടതൊക്കെ. മുതിർന്ന പൗരർക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകുക, മാനസിക പിന്തുണ നൽകുക, വയോജനങ്ങൾക്കെതിരായ അതിക്രമങ്ങളും ഒറ്റപ്പെട്ടു പോകുന്ന വയോജനങ്ങളുടെ അടിയന്തര ആവശ്യങ്ങളും പ്രശ്നങ്ങളും അധികാരികളെ അറിയിക്കുക, അവയ്ക്ക് പരിഹാരം കാണുക തുടങ്ങിയവയാണ് ഇതിന്റെ ലക്ഷ്യം. രാവിലെ 8 മുതൽ രാത്രി 8 വരെയാണ് കോൾ സെന്റർ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഈ ഒരു എൽഡർ ലൈൻ നിശ്ചലമാകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതെ, അപ്പം അതും ജീവനക്കാരുടെ ശമ്പളത്തിനും അടിയന്തര ബില്ലുകൾക്കും ആവശ്യമായ തുകയെങ്കിലും ലഭിച്ചില്ലെങ്കിൽ അധികം വൈകാതെ എൽഡർ ലൈനിന് മരണമണി മുഴങ്ങും. അതെ, ഇവര് കേന്ദ്രത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള സഹായം ഇതുവരെ ഉണ്ടായിരുന്നു, എന്നാൽ അത് നിലച്ചു എന്നുള്ള വാർത്തയാണ്. മുഖ്യമന്ത്രി ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ് വയോജന സമൂഹം. അതെ, അപ്പം നമുക്കറിയാം വയോജനങ്ങൾ എന്തായാലും അവർക്കൊരു കൈത്താങ് വേണ്ടതാണ്. സാമ്പത്തികപരമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ കൈത്താങ് വേണ്ട ഒരു പ്രായപരിധിയാണ് ഈ
വയോജന സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള അവർക്ക് ആകെയുള്ള ഒരു പെൻഷനും നിർത്തലാക്കുക എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും അത് നമുക്ക് ഒന്നുകൂടെ വിലയിരുത്തേണ്ടതാണ്. ഒന്നുകൂടി സുരക്ഷയൊക്കെ ബാധിക്കുന്ന ഒന്ന് തന്നെയാണിത്. അപ്പം എന്തായാലും മുഖ്യമന്ത്രി കേന്ദ്രത്തിലൊക്കെ പോയി സന്ദർശനം നടത്തിയോണ്ട് മുഖ്യമന്ത്രിയിൽ നിന്നൊരു ഇടപെടൽ ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്തായാലും. അതെ. മറ്റൊരു വാർത്ത നോക്കിക്കഴിഞ്ഞാൽ വയോജനങ്ങൾക്ക് മാത്രമല്ല, നമുക്ക് സാധാരണക്കാരായ മധ്യപ്രായക്കാർക്കും നമ്മുടെ ചെറുപ്പക്കാർക്കും ഒക്കെ പണി കിട്ടുന്ന ഒരു വാർത്തയാണ്. അതായത് 20% എഥനോൾ പെട്രോളിൽ വന്നതുകൊണ്ട് തന്നെ മൈലേജ് കുറഞ്ഞതായി സർവേ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഡേ ടു ഡേ നമ്മൾ പെട്രോൾ അടിച്ച് അല്ലേ ജോലി സ്ഥലങ്ങളിലും പഠിക്കാനും ഒക്കെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഇതുപോലെ മൈലേജ് ഈ 20% എഥനോൾ ചേർക്കുന്നത് കൊണ്ട് മൈലേജ് കുറയുന്നത് സത്യത്തിൽ അവർക്ക് കൂടുതൽ പൈസയ്ക്ക് പെട്രോൾ അടിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരും. അത് നമുക്ക് ഒരു ദിവസം നമ്മൾ കണക്കാക്കുമ്പോൾ അത് വലിയ ചിലവായിട്ട് തോന്നില്ലെങ്കിലും അല്ലെ, ഒരു വർഷത്തെ കണക്കൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അധികമായിട്ടുള്ള പൈസ ഇതുവഴി നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങും. രാജ്യത്ത് നിരത്തുകളിലുള്ള പഴയ പെട്രോൾ വാഹനങ്ങളിൽ പകുതിയിലും 20% എഥനോൾ ചേർത്ത പെട്രോൾ ഉപയോഗിക്കുന്നത് വഴി മൈലേജ് കുറയുന്നതായി സർവേ. കാറുകളിലും ഇരുചക്ര വാഹനങ്ങളിലും സമാന സ്ഥിതിയാണുള്ളതെന്നും ലോക്കൽ സർവീസിംഗ് പുറത്തുവിട്ട സർവേ റിപ്പോർട്ടിംഗ് വ്യക്തമാക്കുന്നു. 2022 അല്ലെങ്കിൽ അതിന് മുൻപ് വാങ്ങിയ വാഹനങ്ങൾക്കാണ് ഈ പ്രശ്നം കൂടുതലെന്നാണ്. അപ്പോൾ എന്തായാലും 20% എഥനോൾ ചേർത്ത പെട്രോൾ എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മുടെ വാഹനങ്ങൾക്ക് സത്യത്തിൽ ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ് നമ്മൾ ഇതിൽ നിന്ന് നേടേണ്ടത്. അപ്പോൾ ഈ എഥനോൾ ചേർത്ത പെട്രോൾ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നൊക്കെ പറയുമ്പോഴും ഇത്തരത്തിൽ മൈലേജ് ഗണ്യമായി കുറയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അല്ലെ ജനങ്ങൾക്ക് ദോഷകരമായിട്ട് ബാധിക്കുന്നൊരു ഇത് തന്നെയാണത്. മറ്റൊരു വാർത്ത, ഗ്യാരണ്ടിയിലേക്ക് എത്ര ദൂരം എന്ന് പറഞ്ഞിട്ടൊരു മലയാള മനോരമയിൽ അതാ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. UDF പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായുള്ള സൗജന്യ യാത്ര ജില്ലയിലെ പല റൂട്ടുകളിൽ ലഭിക്കില്ലെന്ന് ആശങ്ക. നിവേദനവുമായി കുമരകത്തെ വനിതകൾ. ജില്ലയിലെ പ്രധാനപ്പെട്ട 16 റൂട്ടുകളിൽ KSRTC സർവീസ് ഇല്ല. കൂടുതൽ സർവീസ് നടത്താൻ ബസ്സുകളും ജില്ലയിലെ ഡിപ്പോകളിലില്ല. കൂടുതൽ റൂട്ടുകളിൽ സർവീസിന് സമ്മർദ്ദം ശക്തം. സ്പെയർ ബസ്സുകൾ അടക്കം ഓടിക്കേണ്ടി വരുമെന്ന് KSRTC. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നമ്മുടെ വാഗ്ദാനങ്ങൾ. പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പല രീതിയിലുള്ള തടസ്സങ്ങളും നേരിടുന്നുണ്ടെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. പലരും പറയുന്നുണ്ട് വാഗ്ദാനങ്ങളിലുള്ളതൊന്നല്ല ഇപ്പോൾ ഈ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. പറ്റിച്ചെന്നുള്ള രീതിയിലൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവർക്ക് വാഗ്ദാനം ചെയ്തപ്പോൾ അവര് വിചാരിച്ചു കാണില്ല അല്ലേ അവർ ജയിക്കുമെന്നും. അവർക്ക് അതുകൊണ്ടായിരിക്കും അവര് ഇപ്പം എന്തായാലും അവരിത് നിർത്തലാക്കിയിട്ടില്ല. ഇന്ദിരാ ഗ്യാരണ്ടി പതുക്കെ അവര് മുക്കാൻ ശ്രമിച്ചിട്ടില്ല. അവർ എങ്ങനെയെങ്കിലും ഇത് നടത്താൻ ശ്രമിക്കുന്നുണ്ട്. മലപ്പുറത്തൊന്നും ഇല്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ, ഇത്തരത്തിലുള്ള ആനുകൂല്യം ഇല്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ബേസ് ചെയ്ത് കുറെ ട്രോളുകളും വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിന് ഒരുപാട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇത് നടപ്പിലാക്കുന്നതിന്. കാരണം സൗജന്യ യാത്രയാണ്. സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ അത് നമുക്ക് ജനങ്ങൾക്ക് സൗജന്യമാകുമ്പോൾ അത് സത്യത്തിൽ നഷ്ടം വരുന്നത് സർക്കാരിന് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പം മുൻകാല സർക്കാർ നോക്കുകയാണെങ്കിൽ അവർ പതുക്കെ KSRTC ഒന്ന് ഉയർത്തിക്കൊണ്ട് വന്ന ഒരു ടൈമിലായിരുന്നു ഈ ഇലക്ഷൻ വന്നതും അതിനുശേഷം മന്ത്രിയൊക്കെ മാറി വന്നതും ഒക്കെ. അപ്പം ആ സാഹചര്യത്തിൽ അങ്ങനെ ആ ഒരു വളർച്ചയുടെ ഘട്ടത്തിൽ ഇരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിന് പെട്ടെന്ന് ഇങ്ങനെ ഒരു വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ജെൻഡറിന് ഫുള്ളായി തന്നെ ഒരു ഫ്രീ റൈഡ് കൊടുക്കുമ്പോൾ അത് സ്വകാര്യ ബസ്സുകളൊക്കെ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും അത് സ്വകാര്യ ബസ്സുകളെ ആയിക്കോട്ടെ അല്ലെങ്കിൽ സർക്കാരിനെ ആയിക്കോട്ടെ ബാധിക്കുന്ന കാര്യമാണ്. പക്ഷേ തീർച്ചയായിട്ടും സ്ത്രീകൾക്കൊക്കെ സൗജന്യ യാത്ര കൊടുക്കുന്നതിൽ അത് മോറലി നോക്കുമ്പോൾ അത് നല്ല കാര്യം തന്നെയാണ്. സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ വരുമ്പോൾ അവർക്ക് ഒരുപാട് അല്ലെങ്കിൽ യാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതിന് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അടിച്ചുറപ്പ് ആ ഒരു KSRTC ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ആ ഒരു അധികം വരുന്ന നഷ്ടത്തെ ബാലൻസ് ചെയ്യാനുള്ള സർപ്ലസ് ഇൻകം അവർക്കുണ്ടെങ്കിൽ മാത്രമേ ഇത് നടത്തിയിട്ട് കാര്യമുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ കർണാടകയിലാകട്ടെ അതുപോലെ തന്നെ അതുപോലെയുള്ള മറ്റു സംസ്ഥാനങ്ങളിലാകട്ടെ അവർക്കൊക്കെ ആ ഒരു സർപ്ലസ് ഇൻകം ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഖജനാവിൽ ആവശ്യത്തിലധികം പൈസ ഉള്ളത് കൊണ്ടൊക്കെ ആകാം അല്ലെ അവർ ഇതിപ്പോഴും നടത്തിക്കൊണ്ട് പോകുന്നത്. കർണാടകയിലായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് കട്ടപ്പുറത്ത് കയറുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അപ്പം ഇത് വളരെ എന്താ പറയുക സുസ്ഥിരമായിട്ട് നടപ്പാക്കാൻ പറ്റിയ ഒരു പദ്ധതി അല്ല എങ്കിലും അത് നടപ്പാക്കേണ്ട അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് അതിനൊരു പഠനം നടത്തി അത് നടപ്പിലാക്കേണ്ടത് നമ്മുടെ സർക്കാരിന്റെ ഒരു ചുമതല തന്നെയാണ്. ഇനി മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ
എയർ ഇന്ത്യ ഇൻഡിഗോ ആഭ്യന്തര സർവീസുകൾ വെട്ടിക്കുറയ്ക്കുമെന്നുള്ള ഒരു വാർത്തയാണ്. അതായത് ഉയർന്ന ഇന്ധനവിലയുടെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര സർവീസുകൾ കുറച്ചതിന് പിന്നാലെ ആഭ്യന്തര സർവീസുകളും കുറയ്ക്കാൻ ഒരുങ്ങി വിമാന കമ്പനികളായ ഇൻഡിഗോയും എയർ ഇന്ത്യയും. എയർ ഇന്ത്യ 22% വരെയും ഇൻഡിഗോ 5% വരെയും ആഭ്യന്തര സർവീസുകൾ കുറയ്ക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജൂൺ 1 മുതൽ ഓഗസ്റ്റ് വരെയാകും നിയന്ത്രണം കൊണ്ടുവരികയെന്നും കമ്പനികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എയർ ഇന്ത്യക്ക് ആഴ്ചയിൽ ഏകദേശം 790 ആഭ്യന്തര സർവീസുകൾ കുറവാണ് ഉണ്ടാവുക. ഇൻഡിഗോ 5% കുറവ് വരുത്തിയാൽ പോലും ദിവസം 100 സർവീസിനടുത്ത് കുറയുമെന്നാണ് കണക്കാക്കുന്നത്. അപ്പം എയർ ഇന്ത്യയേക്കാൾ എനിക്ക് തോന്നുന്നു ഈ ആഭ്യന്തര സർവീസ് കുറയ്ക്കുമ്പോൾ ഏറ്റവും പണി കിട്ടാൻ പോകുന്നത് ഇൻഡിഗോക്കാണ്. കാരണം ഇൻഡിഗോ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ലോക്കൽ പ്രൈവറ്റ് ബസ് പോലെയാണ്. അതായത് ഇന്ത്യക്കുള്ളിൽ കിടന്നുള്ള സർവീസുകളാണ് ഇൻഡിഗോ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം ആഭ്യന്തര സർവീസുകൾ വെട്ടിക്കുറയ്ക്കുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ നഷ്ടം വരുത്താൻ പോകുന്നത് ചിലപ്പോൾ ഇൻഡിഗോയ്ക്ക് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യക്കകത്ത് യാത്ര ചെയ്യുന്ന വിമാനയാത്രക്കാരെയൊക്കെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു വാർത്ത, ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം, ജയിലിൽ മൊബൈൽ പടിക്ക് പുറത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. ജയിലുകളിൽ ഉദ്യോഗസ്ഥർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് വിലക്ക്. മധ്യമേഖലാ ജയിൽ DIG ആണ് തൃശൂർ, എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളിലെ ജയിൽ ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയത്. ജയിൽ DGPയുടെ നേരത്തെ നിർദ്ദേശം കർശനമായി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് വിലക്കെന്നാണ് ജയിൽ വകുപ്പ് നൽകുന്ന വിശദീകരണം. അപ്പോൾ തടവ് പുള്ളികളുടെ കുടുംബങ്ങൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ അടിയന്തരമായി അവരുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ ജയിൽ സൂപ്രണ്ടിന് വകുപ്പ് നൽകിയ ഫോണിലേക്ക് വിളിച്ചാൽ മതിയെന്നാണ് അവരുടെ നിർദ്ദേശം. അവരുടെ സുരക്ഷയും ഇതുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ എല്ലാം സുരക്ഷിതമാക്കി വെക്കാൻ വേണ്ടി തന്നെയായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് നീങ്ങിയത്. അതെ, എന്തായാലും നമ്മൾ ജയിലിനുള്ളിൽ എനിക്ക് തോന്നുന്നു മറ്റൊരു ലോകം തന്നെയാണ്. അവിടെ നമ്മൾ പുറമേ സുരക്ഷിതമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെ അകത്തും പല ഇല്ലീഗൽ ആക്ടിവിറ്റീസും ഒക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അല്ല, പൊതുവേ ഒരു സംസ്ഥാനത്തിന്റെ മാത്രം പറഞ്ഞതല്ല, പൊതുവേ എല്ലാ സംസ്ഥാനങ്ങളുടെ ജയിലുകളും അത്രത്തോളം കർശനമായിട്ടുള്ള ഒരു നിരീക്ഷണത്തിൽ അല്ലെങ്കിൽ കർശനമായ രീതിയിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ള അപവാദങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അപ്പം എന്തായാലും അതൊക്കെ പരിഹരിക്കാനുള്ള ഒരു തുടക്കമാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പത്രങ്ങളിലെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് ED റെയ്ഡിനെ സംബന്ധിച്ചുള്ള തന്നെയാണ്. തീർച്ചയായിട്ടും ED റെയ്ഡ് തന്നെയായിരുന്നു ഇന്നലത്തെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്. റെയ്ഡിന് ശേഷം ഷോൺ ജോർജിന്റെ വീട്ടിലേക്ക് DYFI മാർച്ച് നടത്തിയിട്ടുണ്ട്, സംഘർഷം ഉണ്ടായിട്ടുണ്ട്. BJP പ്രവർത്തകരും DYFI എല്ലാം ചേർന്ന് പോലീസും DYFI പ്രവർത്തകരൊക്കെ പിന്നെ തല്ലുണ്ടാവുകയൊക്കെ ചെയ്തു അവിടെ. ഇപ്പം മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ റിയാസിന്റെ വീട്ടിലും 8.5 മണിക്കൂർ നിന്ന്, നമ്മൾ നേരത്തെ വന്നിരുന്ന വാർത്ത എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ വീട്ടിൽ ആയിരുന്നു 8 മണിക്കൂർ 8.5 നീണ്ടു നിന്നിരുന്ന ചോദ്യം. പക്ഷേ റിയാസിന്റെ വീട്ടിലും 8.5 മണിക്കൂറോളം ചോദ്യം ചെയ്യലുകൾ തുടർന്നിരുന്നു എന്ന് പറയുന്നു. അപ്പം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും ടാർഗറ്റ് ചെയ്തതുപോലെ ആയിരുന്നു ഇന്നലത്തെ ED റെയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലെ മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഒത്താശ ആരോപിച്ച് CPM എന്നുള്ള ഒരു വാർത്തയാണ്. അതായത് പഴിചാരേണ്ടെന്ന് കോൺഗ്രസും തിരിച്ചടിച്ചിരിക്കുകയാണ്. അതായത് പിണറായി വിജയന്റെയും കുടുംബാംഗങ്ങളുടെയും വീടുകളിൽ നടത്തിയ ED റെയ്ഡ് കോൺഗ്രസിന്റെ ഒത്താശയോടെയാണെന്ന വ്യാഖ്യാനത്തെ ചെറുക്കാൻ നേതൃത്വം കേന്ദ്ര അന്വേഷണ ഏജൻസി നടത്തുന്ന റെയ്ഡുമായി ഒരു ബന്ധവുമില്ലെന്നും പരിശോധന നടക്കുന്ന വിവരം പോലും അറിഞ്ഞിരുന്നില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ വിശദീകരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റെയ്ഡ് തുടങ്ങിയ സമയത്ത് തന്നെ ഒരുപാട് CPM നേതാക്കൾ മുന്നോട്ട് വന്ന് പറഞ്ഞിരുന്നു ഇതൊരു ഡീൽ അല്ലെങ്കിൽ ഇതൊരു കോൺഗ്രസ് BJP ഡീലാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഈ റെയ്ഡ് നടന്ന സമയം അല്ലെങ്കിൽ ഈ റെയ്ഡ് നടക്കാൻ പോകുന്നതൊന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നുള്ള ഒരു പ്രത്യാരോപണമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്നത്. ഇതിൽ ഞങ്ങൾക്ക് ബന്ധമില്ല അല്ലെങ്കിൽ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നുള്ള ഒരു ആരോപണമാണ് കോൺഗ്രസ് നടത്തുന്നത്. അപ്പോൾ അത് എത്രത്തോളം സത്യമാണെന്നൊക്കെ നമുക്ക് പൊതുജനങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ കഴിയില്ല. എങ്കിലും അവർ പറയുന്നത് നമ്മൾ വിശ്വസിക്കുക എന്നുള്ളൊരു വഴി മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഈ കേസിനെ തുടർന്ന് തന്നെ 5 പേര് അറസ്റ്റിലായിട്ടുണ്ട്. 300 പേർക്കെതിരെ കേസും ഉണ്ട്. ഇപ്പോൾ ED സഞ്ചരിച്ച ഒരു കാറിലെ ഡ്രൈവർ പറയുന്നുണ്ട് കാറിന്റെ ചില്ലുകൊണ്ട് കണ്ണിന് പരിക്കേറ്റിട്ടുണ്ട് അദ്ദേഹത്തിന്. നടുക്കം മാറാതെ ഡ്രൈവർ ശ്യാം രാജ് കരിങ്കല്ലും ഇഷ്ടികയുമായി കാറിന് നേരെ തുടരെ ആക്രമണം, ചില്ല് തകർത്തതിന് ശേഷം അതിനുള്ളിൽ കൈയിട്ട് മർദ്ദിക്കാൻ ശ്രമവും ഉണ്ടായിട്ടുണ്ട്. മിക്കവാറും CPM പ്രവർത്തകർ EDയുടെ ആളാണെന്ന് വിചാരിച്ചായിരിക്കും ഡ്രൈവറെ ആക്രമിക്കാൻ തുനിഞ്ഞത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗമായിട്ടുള്ള ആ വണ്ടി എന്തായാലും നശിച്ചു കിട്ടിയിട്ടുണ്ട്. ഒരു ചെറിയൊരു കാർട്ടൂൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിണറായി വിജയനും MV ഗോവിന്ദനും ഉള്ള ഒരു കാർട്ടൂണ്. പിണറായി വിജയൻ പറയുന്നുണ്ട് മറ്റേ EDയിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെട്ടു എന്ന്.
ഇപ്പം എം വി ഗോവിന്ദൻ പറയാണ് അതേത് ഇടി ഇലക്ഷൻ ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ള. എന്തായാലും തീർച്ചയായും ഇന്നലെ നടന്നൊരു സംഭവത്തോടെ പിണറായി വിജയനും എം വി ഗോവിന്ദനും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു നെഗറ്റീവ് ഓറ മാറി കിട്ടി. അതെ അതെ സത്യമായിട്ടും ഇന്നലെ എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒതുങ്ങി നിന്ന ആ ഒരു പഴയ പാർട്ടിയെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നതിന് എല്ലാവർക്കും നന്ദി എന്ന രീതിയിലൊക്കെ. ഇടി റെയ്ഡ് അവസാനിച്ചപ്പോ അവർക്കൊന്നും കിട്ടിയില്ല, അവര് നിരാശപ്പെട്ട് മടങ്ങേണ്ടി വന്നു. അപ്പം പിണറായി വിജയന്റെ വീട്ടിലാണ് നടന്നത്. അപ്പൊ അണഞ്ഞിരുന്ന പാർട്ടിക്കാരെല്ലാം അല്ലേ ഒന്ന് ഉണർന്നു, അവര് മുദ്രാവാക്യം വിളിക്കുന്നു. അങ്ങനെ വളരെ വൈകാരികപരമായിട്ടുള്ള അല്ലെങ്കിൽ ആ പാർട്ടിയുടെ അനുഭവമുള്ളവർക്ക് വളരെ വൈകാരികരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഇന്നലെ നടന്നത്. അപ്പൊ എന്തായാലും ഇതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ച് ഗുണം നമ്മുടെ LDF ഉണ്ടായിട്ടുണ്ടല്ലേ. ഒരു പഴയ പോരാട്ട വീര്യം തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം CPI നേതൃത്വം ഒക്കെ പിണറായി വിജയനെതിരെ എം വി ഗോവിന്ദനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അപ്പം അതെന്തായാലും ഒന്ന് കുറച്ച് നാളത്തേക്കൊന്ന് തള്ളി നീക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് വേണം പറയാൻ. എല്ലാവരും ഒരുപോലെ ഈ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയെ കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മറ്റൊരു കാര്യം. ഒരു BJP കോൺഗ്രസ് ബന്ധം എല്ലാവരും ഒരുപോലെ അത് ചിന്തിക്കുന്നുണ്ട് അതിനെ കുറിച്ച്. എത്രത്തോളം യാഥാർത്ഥ്യം എന്നുള്ളത് ഇനി മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ചിന്തിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലേ. തലേന്ന് പോയി പ്രധാനമന്ത്രി കാണുന്നു, പിറ്റേന്ന് റെയ്ഡ് ഉണ്ടാവുന്നു. അപ്പം അത് വരുമ്പോ നമുക്ക് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നവരെ കുറ്റം പറയാനും പറ്റില്ല. ഇനി ഇത് എത്ര ഇടത്ത് നടന്നു എന്ന് നോക്കിയാൽ ഈ മിന്നൽ നീക്കം നടന്നത് ഒരു 10 ഇടത്താണ്, 10 സ്ഥലങ്ങളിലാണ് കൃത്യമായിട്ടും ഈ ED റെയ്ഡ് നടന്നത്. അതായത് പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനും CMRL-ഉമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളും അന്വേഷിക്കുന്നതിന് തടയിടണമെന്ന് ആവശ്യപ്പെട്ട് CRML-ന്റെ ഹർജി ഹൈക്കോടതി ചൊവ്വാഴ്ചയായിരുന്നു തള്ളിയിരുന്നത്. അതിന് പിന്നാലെ ബുധനാഴ്ച രാവിലെ തന്നെ ED റെയ്ഡ് തുടങ്ങി എന്നുള്ളതാണ്. അപ്പം മിന്നൽ റെയ്ഡ് ആയിരുന്നു എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ പിണറായി വിജയന്റെ കണ്ണൂരിലെ കുടുംബ വീട്, തിരുവനന്തപുരത്തെ വാടക വീട്, വീണയുടെ ഭർത്താവ് മുൻമന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോടുള്ള വീട്, CMRL-ഉമായി ബന്ധപ്പെട്ട് എറണാകുളം, കോട്ടയം, ബംഗളൂരു ഉൾപ്പെടുന്ന 10 ഇടങ്ങളിൽ ഇങ്ങനെ ആകെ ഒരു 13-15ഓളം ഇടങ്ങളിൽ ഇന്നലെ മിന്നൽ പരിശോധനയായിരുന്നു നടന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഇത്രയും സ്ഥലങ്ങളിൽ ഇത്രയും പെട്ടെന്ന് ഒരു പരിശോധന നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് മുൻപേ പ്ലാൻ ചെയ്തതായിരിക്കാമെന്നുള്ള ഒരു വ്യാഖ്യാനം ചെയ്യുന്നതിൽ എനിക്ക് തോന്നുന്നത് അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ലെന്നാണ് തോന്നുന്നത്. കാരണം 10 ഇടങ്ങളിലേക്ക് ഇത്രയും ഓർഗനൈസ്ഡ് ആയിട്ടൊരു ED റെയ്ഡ് നടത്തുക എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ എന്തായാലും അല്ലേ ഇത് ഒരു മുൻപേ പ്ലാൻ ചെയ്തതായിരിക്കാമെന്ന് വേണം നമ്മൾക്ക് കരുതാൻ. മറ്റൊരു വാർത്ത CBSE എക്സാമിലെ ഫലത്തിന്റെ വീഴ്ചയെ തുടർന്ന് തന്നെയാണ്. വൈഗ ചോദിക്കുന്നു എൻ്റെ ഉത്തര കടലാസുകൾ എവിടെ? കണക്കിന്റെ ആൻസർ പേപ്പറിൽ 2 താളുകൾ കാണാനില്ല. CBSE +2 പരീക്ഷയിൽ 86% മാർക്കാണ് വഴിയമ്പലം സ്വദേശികളായ ഷൈനോദ് ജലിത ദമ്പതികളുടെ മകൾ OS വൈഗാലക്ഷ്മിക്ക് ലഭിച്ചത്. 10ാം ക്ലാസ്സിൽ 96% മാർക്ക് വാങ്ങിയിരുന്നതിനാൽ അല്പം കൂടി മെച്ചപ്പെട്ട ഫലം പ്രതീക്ഷിച്ചിരുന്നു. അതിനാലാണ് 4 വിഷയങ്ങളുടെ ഉത്തരക്കടലാസിന് അപേക്ഷ നൽകിയത്. അവയുടെ ഫോട്ടോ കോപ്പി ലഭിച്ചപ്പോഴാണ് കണക്കിന്റെ ഉത്തരപേപ്പറിൽ 2 പേജ് തന്നെ ഇല്ലെന്നത് ശ്രദ്ധിക്കുന്നത്. ഇത്തരത്തിൽ നമ്മൾ കുറച്ച് ദിവസം ഇപ്പൊ നീറ്റ് പരീക്ഷയിലായിക്കോട്ടെ ചോദ്യപേപ്പർ നേരത്തെ കൊടുക്കുന്നു, ചോദ്യപേപ്പറിലെ ചോർച്ച എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ തന്നെ CBSE പരീക്ഷയിലും അവരുടെ ഉത്തരക്കടലാസിന്റെ 2 പേപ്പർ കാണാനില്ല. ഇതൊക്കെ അധ്യാപകരുടെ ഇടയിൽ നിന്നുള്ള വലിയ വീഴ്ച തന്നെയാണ്. കുട്ടികൾ അത്രയും അവരുടെ ഡെഡിക്കേഷനോട് കൂടിയും താല്പര്യപ്പെട്ടൊക്കെ ഒരു പരീക്ഷ എഴുതുന്നു, അവരതിൽ വലിയൊരു ഫലം പ്രതീക്ഷിച്ചിരിക്കുന്നു. എന്നാൽ അവരുടെ അവരുടെ നീതിരഹിതമായ ഒരു കാര്യം തന്നെയാണ് ഇവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അതെ, എന്തായാലും വിദ്യാർത്ഥികൾ ഉഴപ്പിയുന്നത് മൂലം പരീക്ഷയ്ക്ക് തോക്കുന്നതും പരീക്ഷയ്ക്ക് തോക്കുന്നതെന്ന് കുറ്റപ്പെടുത്തുമ്പോൾ അധ്യാപകരുടെ ഉഴപ്പ് മൂലം പരീക്ഷയ്ക്ക് തോക്കുന്ന ഒരു സ്ഥിതി വരിക എന്നൊക്കെ പറയുന്നത് അത് വളരെ മോശം കാര്യം തന്നെയാണ്. മറ്റൊരു വാർത്ത നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അധ്യാപകർ മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ഉഴപ്പലാണ് അല്ലെങ്കിൽ കള്ളത്തരം കാണിക്കുന്നുണ്ടെന്നാണ്. അതായത് കൈക്കൂലി വാങ്ങുന്നതിനിടെ ചേർത്തല DYSPയെ വിജിലൻസ് ഓട്ടിച്ചിട്ട് പിടികൂടി എന്നുള്ള ഒരു വാർത്തയാണ് വരുന്നത്. അതായത് കക്കൂസ് മാലിന്യം കടത്തുന്ന ലോറികൾ വിട്ടു നൽകാൻ ഉടമയോട് 1.5 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ ചേർത്തല DYSP അനിൽകുമാറിനെ വിജിലൻസ് സംഘം ഓട്ടിച്ചിട്ട് പിടിച്ച് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ്. അതായത് പണം വാങ്ങുന്നതിനിടെ വിജിലൻസ് സംഘത്തെ കണ്ട് ഇയാൾ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു. രക്ഷപ്പെടാൻ കത്തി വീശുകയും ചെയ്തു. ബുധനാഴ്ച ഇയാളുടെ ചേർത്തല തെക്കൻ ആലുകുലുള്ള വാടക വീട്ടിൽ വെച്ചാണ് സംഭവം. എന്തായാലും ഇയാളെ കോട്ടയം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പൊ ഒരു DYSP റാങ്കിലുള്ള ഒരാളാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു നിസ്സാര കേസിന് കൈക്കൂലി, അതും 1.5 ലക്ഷം രൂപ മാത്രം
വാങ്ങാൻ ശ്രമിക്കുന്ന, അത് വിജിലൻസിന്റെ ശ്രദ്ധയിൽപ്പെടുക, വിജിലൻസ് പിടിക്കാൻ വരുമ്പോ അവിടുന്ന് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി ചെന്നിത്തല പ്രൊജക്ട് സീറോ പദ്ധതി അതൊക്കെ ഇനി വരുമ്പോ ഇത്തരത്തിലുള്ള കേസുകളൊക്കെ ഒന്നും കൂടി വരുമോ അതോ ഉള്ളതും കൂടെ ഇല്ലാണ്ടാവുമോ എന്നുള്ളതൊക്കെ ഇനി നോക്കി കാണേണ്ടതാണ്. അതെ, എന്തായാലും വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കേസ് തന്നെയാണ് അത്. കാരണം ഇത് താഴ്ന്ന റാങ്കിലിരുന്ന ഒരു ഉദ്യോഗസ്ഥനല്ല, DYSP റാങ്കിലിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ 1,00,000 രൂപയൊക്കെ കൈക്കൂലി വാങ്ങാൻ വേണ്ടി അല്ലെ ഇങ്ങനെ മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഇത് വളരെ ഇത്തരത്തിലുള്ള കേസുകളൊക്കെ കൂടുതൽ വിജിലൻസ് ഇടപെട്ട് പിടിച്ചാൽ മാത്രമേ ഇനി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കൂ എന്ന് വേണം കരുതാൻ. മറ്റൊരു വാർത്ത, ദൂരെയെങ്കിലും കേരളത്തെ മറക്കരുത്, കേരള കേഡറുകാരെ കണ്ട് മുഖ്യമന്ത്രി. ഫയൽ നീക്കം എളുപ്പമാക്കാനും മാതൃകാ പദ്ധതികൾ കേരളത്തിൽ എത്തിക്കാനും അഭ്യർത്ഥന. 1.5 മണിക്കൂർ യോഗത്തിൽ പങ്കെടുത്തത് 31 ഉദ്യോഗസ്ഥർ. പ്രവർത്തിക്കുന്നത് കേരളത്തിലല്ലെങ്കിലും പ്രവർത്തനം കേരളത്തിന് വേണ്ടി കൂടിയാകണമെന്ന് ഡൽഹിയിലുള്ള കേരള കേഡർ ഉദ്യോഗസ്ഥരോട് മുഖ്യമന്ത്രി VD സതീശൻ. കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന കേരള കേഡർ ഉദ്യോഗസ്ഥരുടെ പ്രത്യേക യോഗം വിളിച്ചു ചേർത്താണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. കേന്ദ്ര സർക്കാരിലെ വിവിധ മന്ത്രാലയങ്ങളിലും മറ്റു പ്രധാന ചുമതലകൾ വഹിക്കുന്നവരുൾപ്പെടെ 34 കേരള കേഡർ ഉദ്യോഗസ്ഥരിൽ 31 പേർ 1.5 മണിക്കൂർ നീണ്ട യോഗത്തിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി കേന്ദ്രത്തിൽ എല്ലാവരെയും കണ്ട് തന്റെ സാന്നിധ്യം ഉറപ്പാക്കുകയും അവരുടെ സഹായം ഒക്കെ അഭ്യർത്ഥിക്കുക ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രതിഫലമാണോ ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതെ, എന്തോ കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷം കേരള ഗവൺമെന്റിന് കേന്ദ്രത്തോടൊരു അല്ലെ ഒരു അധിക അടുപ്പം തോന്നി തുടങ്ങിയോ എന്നുള്ള ഒരു അങ്ങനെയുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്തായാലും BJPയിൽ ഒരു നേതാവ് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിച്ചത് അത് കേരളത്തിൽ നടപ്പാകും എന്നുള്ളൊരു കാര്യം. അപ്പൊ പലരും ട്രോളുകളിലൂടെ ഒക്കെ ഇപ്പൊ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പുരിയല ഇപ്പൊ പുരിയതെന്നൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹം ഉന്നയിച്ചതെന്നൊക്കെ. എന്തായാലും കോൺഗ്രസിന് പിന്നിൽ ചരടുവലികൾ നടത്തുന്നത് BJP ആണോ എന്നൊക്കെയുള്ള അല്ലെ ആരോപണം. അത് കേൾക്കുമ്പോൾ കുറച്ച് രസകരമായിട്ടൊക്കെ തോന്നാമെങ്കിലും അതിനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല അല്ലേ. മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ പത്തനംതിട്ട കളക്ടറുടെ പേരിൽ വ്യാജ വാട്സപ്പ് അക്കൗണ്ട് പണം തട്ടാൻ ശ്രമം എന്നുള്ളൊരു വാർത്തയാണ്. അതായത് പത്തനംതിട്ട ജില്ലാ കളക്ടർ M നിസാമുദ്ദീൻ്റെ പേരിൽ വ്യാജ വാട്സപ്പ് അക്കൗണ്ട് തുടങ്ങിയിരിക്കുകയാണ്. പലരിൽ നിന്നും പണം തട്ടാൻ ശ്രമം നടന്നു. അതായത് കളക്ടറുടെ ചിത്രവും അതുപോലെ തന്നെ ഒരു നമ്പറിൽ കളക്ടറുടെ ചിത്രം വെച്ചിട്ടാണ് ഈ ഒരു വാട്സപ്പ് അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത്. ഇതൊരു ബിസിനസ് അക്കൗണ്ടാണ്. അതിനുശേഷം എവിടെയാണുള്ളതെന്നും അല്ലെങ്കിൽ എന്തുണ്ടെന്നും എവിടെയാണുള്ളതെന്നും സന്ദേശം അയച്ചതിന് ശേഷം പൈസ ചോദിക്കുന്ന ഒരു സ്ഥിതിയാണ് പിന്നീടുള്ളത്. അതായത് ഇംഗ്ലീഷിലുള്ള സന്ദേശങ്ങൾക്ക് മറുപടി കൊടുത്താൽ പിന്നീട് പണം ആവശ്യപ്പെടുന്ന സന്ദേശങ്ങളെത്തും. അത്യാവശ്യമാണെന്നും 50,000 രൂപ ഉടൻ അയക്കണമെന്നും സന്ദേശത്തോടൊപ്പം അക്കൗണ്ട് നമ്പരും നൽകുന്നുണ്ട്. പണം അയച്ചതിന് ശേഷം സ്ക്രീൻഷോട്ട് പങ്കുവെക്കണമെന്നും സന്ദേശത്തിലുണ്ട്. എന്താല്ലേ, പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ പേരിൽ ഒരു വാട്സപ്പ് അക്കൗണ്ട് തുടങ്ങുക, എന്നിട്ട് ആൾക്കാരോട് പണം ചോദിക്കുക. എന്താ പത്തനംതിട്ട ജില്ലാ കളക്ടർ ഇങ്ങനെ നാട്ടുകാരോട് പണം ചോദിച്ച് നടക്കുകയാണെന്നുള്ള അല്ലേ. ഇതുപോലെ രസകരമായിട്ടുള്ള പല തട്ടിപ്പുകളും നടത്തുന്നുണ്ട്. ഇത് ആരാണ് നടത്തുന്നതെങ്കിലും അയാൾക്ക് ഇത്രയും പോരാ. ഇത് ഇങ്ങനെയൊക്കെ ചെയ്താലും എനിക്ക് തോന്നുന്നു മലയാളികളെ അങ്ങനെയൊന്നും പറ്റിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നത്. അറിയില്ല, ചിലപ്പോൾ ഇത് കണ്ടിട്ട് പണം വയ്ക്കുന്നവരും ഉണ്ടാവും. പക്ഷേ നോർത്തിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലെയുള്ള വിരാട് കോഹ്ലി, ഷാരൂഖ് ഖാനൊക്കെ പണം ചോദിച്ച് മെസ്സേജ് അയക്കുക. എവിടെയാണ്, ഞാൻ അത്യാവശ്യമായിട്ട് കുടുങ്ങി കിടക്കുകയാണ്, ഒരു 50,000 രൂപ അയക്കുക. അതും വിരാട് കോഹ്ലി, ഷാരൂഖ് ഖാനൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അത് കോമഡി റീലുകളായിട്ടൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ രസകരമായിട്ടുള്ളൊരു റീല് തന്നെയാണ്. എന്തായാലും ഒരു വാർത്ത തന്നെയാണിത്. അപ്പൊ എന്തായാലും ഇത് ആരാണ് ഈ തട്ടിപ്പ് നടത്തുന്നതെങ്കിലും കുറച്ചുകൂടെ ട്രൈ ചെയ്യണം. ഇതിലൊന്നും വീഴുന്നവരല്ല മലയാളികൾ. ഇത് നോർത്തിലൊക്കെ ചിലപ്പോൾ നടപ്പാകുമായിരിക്കും, പക്ഷെ ഇങ്ങോട്ടൊന്നും ഇതത്ര വിലപ്പോവില്ല എന്ന് വേണം കരുതാൻ. ഇത് വ്യാജ വാർത്തകളെ സംബന്ധിച്ച് തന്നെ ഒരു കുഞ്ഞി വാർത്ത ഇതിൽ കൊടുത്തിട്ടുണ്ട്. എബോള വ്യാജ വാർത്ത പ്രചരിപ്പിച്ചാൽ നടപടി ഉണ്ടാവും എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഇതുവരെ എബോള സ്ഥിരീകരിച്ചിട്ടില്ല. ഇനി അത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കർശന നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ എന്തായാലും എബോള വാർത്ത ഇന്ത്യയിൽ സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. കാരണം എബോള ഒരു പകർച്ചവ്യാധി സ്ഥിരീകരിച്ചു എന്നൊക്കെ വ്യാജ വാർത്ത ഇറക്കി റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്നു, അല്ലെങ്കിൽ അല്ലേ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നതൊന്നും അത്ര നല്ല കാര്യമല്ല. കാരണം ഒരു പകർച്ചവ്യാധി പടർന്നു എന്ന് ഒരു ചെറിയ വാർത്ത വന്നാൽ തന്നെ ആരോഗ്യവകുപ്പിന് ഭീകരമായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടി വരും. അത് അല്ലെ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും അതൊരു വ്യാജ വാർത്തയാണെങ്കിൽ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആരും അങ്ങനെ ചെയ്യാതിരിക്കുക എന്ന് വേണം പറയാൻ.
മറ്റൊരു വാർത്ത നോക്കിക്കഴിഞ്ഞാൽ 15 വർഷം കഴിഞ്ഞ 2000 KSRTC ബസ്സുകൾ സർവീസ് നിർത്തുന്നു എന്നുള്ള ഒരു വാർത്തയാണ്. ഇത് നമ്മൾ ഇന്ദിരാ ഗ്യാരണ്ടിയുമായിട്ടൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ 2000 KSRTC ബസ്സുകളാണ് സർവീസ് നിർത്തുന്നത്. അപ്പോൾ അല്ലേ അപ്പോൾ കുറച്ച് സ്ഥലങ്ങളിലെങ്കിലും സർവീസുകൾ താൽക്കാലികമായിട്ടെങ്കിലും മുടങ്ങാനുള്ള സാധ്യത വരും. കാരണം 2000 ബസ്സുകളാണ് സർവീസുകൾ നിർത്തുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇന്ദിരാ ഗ്യാരണ്ടി നമ്മൾ വളരെ കൃത്യമായിട്ട് നടപ്പാക്കുക എന്നുള്ളൊരു ചോദ്യചിഹ്നമൊക്കെ ഇതിനെതിരെ ഉയരുന്നുണ്ട്. അതായത് 15 വർഷം കഴിഞ്ഞ് 2000 KSRTC ബസ്സുകൾ റോഡിൽ ഓടുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് കിട്ടിയിരുന്നു. മെയ് അവസാനത്തോടുകൂടി പഴയ ബസ്സുകളുടെ എണ്ണം കൂടും. ഇത്ര പഴക്കമുള്ള വാഹനങ്ങൾ സർവീസ് നടത്തരുതെന്നും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുതുക്കി നൽകരുതെന്നും കേന്ദ്ര മോട്ടോർ വാഹന നിയമം ഉള്ളതാണ്. 2021 കേന്ദ്ര വാഹന പൊളിക്കൽ നിയമപ്രകാരവും 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ പൊളിച്ചു മാറ്റേണ്ടതാണ്. അപ്പം ഇത്തരം നിയമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ 15 വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള ബസ്സുകളെല്ലാം തന്നെ നിർത്താൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും സർവീസുകളൊക്കെ താൽക്കാലികമായിട്ടൊന്നും മുടങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ദിരാ ഗ്യാരണ്ടിയൊക്കെ ഇനി കുറച്ച് സമയം എടുക്കുമല്ലേ? ഇത്രയും വലിയ രീതിയിൽ സർവീസുകൾ നിർത്തുമ്പോൾ സമയമെടുക്കുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. നമ്മൾ ബിസിനസ് വാർത്തകളിലേക്ക് പോകുമ്പോൾ ഒരു വാർത്തയാണ്, ഇടക്കാല വ്യാപാര കരാർ US സംഘം ജൂൺ ആദ്യം എത്തും. ഇടക്കാല വ്യാപാര കരാറിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാനും ഉഭയകക്ഷി വ്യാപാര കരാറിന്മേലുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനുമായി US സംഘം ജൂൺ 1 മുതൽ 4 വരെ ഇന്ത്യ സന്ദർശിക്കുമെന്ന് വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. അതെ, എന്തായാലും US ഗവൺമെന്റും ഇന്ത്യയും തമ്മിൽ ഇപ്പോൾ വളരെ ശക്തമായിട്ടുള്ള വ്യാപാര കരാറുകളൊക്കെ നടത്തുന്നുണ്ട്. എന്തായാലും ആത്യന്തികമായിട്ട് നമുക്കും ഗുണമുള്ള ഒരു കരാർ ആവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാരണം നമുക്കറിയാം ഇപ്പം യുഎസും അതുപോലെയുള്ള അല്ലെങ്കിൽ യുഎസിനും മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളെല്ലാം ഒന്ന് ഇടിഞ്ഞു നിൽക്കുകയാണ്. പശ്ചിമേഷ്യൻ യുദ്ധമൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഈ ഒരു വ്യാപാര കരാർ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടൊരു കരാർ തന്നെയാണ്. നമ്മുടെ കയറ്റുമതി മേഖലയൊക്കെ നമ്മൾ അമേരിക്കയെ ആശ്രയിച്ചാണ് കുറേ രീതിയിൽ നിൽക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള വ്യാപാര കരാറുകൾ വരുമ്പോൾ കയറ്റുമതി, നികുതി അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ കുറവ് വരും. അപ്പോൾ അതെല്ലാം നമ്മുടെ ഇന്ത്യക്ക് ആത്യന്തികമായിട്ട് നല്ലത് തന്നെയാണെന്ന് വേണം കരുതാൻ. മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ പവന് 1520 രൂപ കുറഞ്ഞു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. സംസ്ഥാനത്ത് ബുധനാഴ്ച പവൻ വിലയിൽ ഉണ്ടായത് വൻ ഇടിവാണ്. 2 തവണയായി പവന് 1520 രൂപ കുറഞ്ഞ് 1,15,000 രൂപയിലെത്തി. ഗ്രാമിന് 190 രൂപ കുറഞ്ഞ് 14,375 രൂപയുമായി എന്ന് വേണം പറയാൻ. അപ്പോൾ സ്വർണം വാങ്ങാൻ നിൽക്കുന്നവർക്കൊക്കെ വളരെ നല്ലൊരു സമയം തന്നെയാണെന്ന് വേണം അല്ലേ കരുതാൻ. 1520 രൂപയാണ് ഒരു ദിവസം കൊണ്ട് കുറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഒരു ദിവസം ഇത്രയും കുറഞ്ഞെന്ന് വെച്ച് നാളെയും കുറയുമെന്ന് പ്രതീക്ഷിക്കരുത്. കാരണം ഇതൊരു ഫ്ലക്ച്വേറ്റഡ് ആയി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ. ഒരു ദിവസം കുറഞ്ഞാൽ മറ്റേ ദിവസം കൂടാമെന്നുള്ള സ്ഥിതിയൊക്കെയാണിപ്പോൾ. അപ്പോൾ എന്തായാലും സ്വർണം നിക്ഷേപിക്കുന്നവർ അല്ലെങ്കിൽ സ്വർണത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നവരും അതുപോലെ തന്നെ സ്വർണം വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നവരൊക്കെ ഒന്ന് കൃത്യമായിട്ടും ഈ ഒരു കുറവിനെ, വിലക്കയറ്റത്തെയും വിലക്കുറവിനെയൊക്കെ കൃത്യമായിട്ട് നോക്കി നിരീക്ഷിച്ചതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക എന്ന് വേണം കരുതാൻ. പൊതുവേ ഇപ്പോൾ സ്വർണം ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒരു കമ്മോഡിറ്റി ആയിട്ട് കാണാമെങ്കിലും വാങ്ങാൻ അത്ര നല്ലൊരു സമയമല്ലെന്ന് വേണം കരുതാൻ. കാരണം ഈ പശ്ചിമേഷ്യൻ യുദ്ധമൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ വളരെ ഇതിൻ്റെ വിലകളെല്ലാം കുറച്ച് ഇൻഫ്ലേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒന്ന് കാത്തിരുന്നതിന് ശേഷം മാത്രം സ്വർണം വാങ്ങുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുക എന്ന് വേണം നമ്മൾ കരുതാൻ. നമ്മൾ സ്പോർട്സ് വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ കേരളത്തിന് കിരീടം എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത ഉണ്ട്. ദേശീയ അണ്ടർ-20 ഫുട്ബോളിൽ ഇന്ത്യൻ ഫുട്ബോളിലെ യുവരാജാക്കന്മാരുടെ സിംഹാസനം ഇനി കേരളത്തിന്. ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽ തിരശീല വീണ സ്വാമി വിവേകാനന്ദ അണ്ടർ-20 ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കേരളം 4-2 മിസോറാമിനെ തോൽപ്പിച്ചു. 2 ഗോളിന് പിന്നിൽ നിന്ന ശേഷം 4 ഗോൾ തിരിച്ചടിച്ചാണ് കേരള വിജയം. കളിച്ച 7 മത്സരങ്ങളിലും തോൽവി അറിയാത്ത രാജകീയ പടയോട്ടം. ഏറെ അഭിമാനകരമായ ഒരു വാർത്ത തന്നെയാണ്. അണ്ടർ-20 ഫുട്ബോൾ മത്സരത്തിലാണ് ഈ ഒരു കിരീടം കേരളത്തിന് ലഭിച്ചിട്ടുള്ളത്. അതെ, അപ്പം 2 ഗോളിന് പുറകിൽ നിന്നിട്ടാണ് നമ്മൾ അല്ലെ 4 ഗോൾ അടിച്ച് ഫൈനൽ ജയിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് വളരെ അഭിമാനിക്കേണ്ട ഒരു എന്താ പറയുന്ന ഒരു സംഭവം തന്നെയാണിത്. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒക്കെ അല്ലെ പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുമ്പോൾ ഇത്തരത്തിൽ നമ്മുടെ കേരളത്തിന്റെ ചുണക്കുട്ടികൾ തന്നെ ഇങ്ങനത്തെ കപ്പുയർത്തുക, കേരളം അണ്ടർ-20 ചാമ്പ്യൻഷിപ്പിൽ കപ്പുയർത്തുക എന്ന് പറയുന്നത് വളരെ അഭിമാനകരമാണ്. കേരള ടീമിന് വേണ്ടി ക്യാപ്റ്റൻ MV ഡാനിഷ് ആണ് ഇവർക്കുള്ള ട്രോഫി സ്വീകരിച്ചിരിക്കുന്നത്. അതെ, മറ്റു വാർത്ത നോക്കുകയാണെങ്കിൽ IPL-മായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഹൈദരാബാദിനെ 47 റൺസിന് തോൽപ്പിച്ച് രാജസ്ഥാൻ 2ാം ക്വാളിഫയറിലേക്ക് കയറിയിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട പങ്ക്
പങ്കുവഹിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വൈഭവ് സൂര്യവംശിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 29 പന്തിൽ 97 റൺസാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയത്. അതുപോലെ തന്നെ അതിൽ തന്നെ 12 6ഉം 5 4ഉമാണ് അദ്ദേഹം അടിച്ചിരിക്കുന്നത്. വളരെ എന്താ പറയുന്നത്, ഇദ്ദേഹം ഈ പയ്യൻ അല്ലെങ്കിൽ ഒരു 15-16 വയസ്സ് മാത്രമുള്ള ഈ പയ്യൻ ഇപ്പോൾ IPL-ലും ക്രിക്കറ്റ് ലോകത്തും കാണിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ അവിശ്വസനീയമായ പോരാട്ടമാണ്. സത്യത്തിൽ ഈ വൈഭവ് സൂര്യവംശിയുടെ പ്രകടനം ഒന്നുകൊണ്ട് മാത്രമാണ് രാജസ്ഥാൻ ഇത്രയും വലിയൊരു നിലയിൽ ജയിക്കാൻ സാധിച്ചത്. ബാറ്റ് കൊണ്ട് വൈഭവ് സൂര്യവംശി തീർത്തതൊരു മഹാപ്രവാഹം തന്നെയായിരുന്നു ഇന്നലത്തെ കളിയിൽ. ആ കുതിപ്പിൽ ബൗളർ ആരെന്നോ ഏതുതരം ബൗളർ ആരെന്നോ ശ്രദ്ധിച്ചതേയില്ല. 29 പന്തിൽ 97 റൺസ് അടിച്ച വൈഭവ് അതിൽ 17 എണ്ണത്തെയും അതിർത്തിക്ക് അപ്പുറത്തേക്ക് കടത്തി രാജസ്ഥാനെ കൂറ്റൻ ടോട്ടൽ എത്തിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത്. അപ്പം എന്തായാലും അല്ലെ, എന്താ പറയുന്നത്, ഒരു വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു കളിക്കാരൻ തന്നെയാണ് അദ്ദേഹം. ഏത് ബൗളറാണെന്നോ എന്ത് തരം ബൗളറാണെന്നോ അദ്ദേഹം നോക്കാറില്ല. അടിക്കുന്ന അടിക്ക് 6 ആണ് അദ്ദേഹം നടത്തുന്നത്. ഒരു IPL സീസണിൽ ഏറ്റവും അധികം സിക്സറുകൾ എന്നുള്ള റെക്കോർഡ് ഇപ്പോൾ വൈഭവിനാണ്. എന്തായാലും എനിക്ക് തോന്നുന്നു ഇദ്ദേഹം എന്തായാലും അല്ലെ ഇനിയിപ്പോ ഇന്ത്യൻ ക്രിക്കറ്റിൽ തന്നെ അറിയപ്പെടുന്ന ഓർമ്മിക്കപ്പെടുന്ന ഒരു ഇതിഹാസമായി മാറുമെന്നതിൽ ഒരു തർക്കവുമില്ല. നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറയുന്ന പോലെ ഹീസ് എ ലെജൻഡ്സ് ഇൻ മേക്കിംഗ് എന്നുള്ളതാണ്. അതായത് അദ്ദേഹം ഒരു ലെജൻഡായി മാറാനുള്ള ഒരു തയ്യാറെടുപ്പിലാണെന്നൊക്കെയാണ് വേണം നമ്മൾ പറയാൻ. മുതിർന്ന ക്രിക്കറ്റ് താരങ്ങളെല്ലാം പിന്നിലാക്കിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ തരത്തിലുള്ള റെക്കോർഡുകൾ നേടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഏറെ അവിശ്വസനീയമായ ഒരു കാര്യം തന്നെയാണത്. സത്യത്തിൽ ഇന്നലത്തെ കളിയിൽ രാജസ്ഥാൻ ജയിച്ചു എന്നതിനേക്കാളൊക്കെ ഏറെ വൈഭവ് സൂര്യവംശിയുടെ പ്രകടനമാണ് എപ്പോഴും ഈ ഒരു കളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതെന്തായാലും വളരെ അഭിനന്ദനാർഹമായ ഒന്ന് തന്നെയാണ്. ഇത്രയുമൊക്കെയാണ് നമ്മുടെ പത്രവാർത്ത എന്ന് പറയുന്നത്. നമ്മൾ പ്രധാനപ്പെട്ട ന്യൂസുകളെല്ലാം തന്നെ കവർ ചെയ്തു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇന്നലത്തെ ED റെയ്ഡ് തന്നെയായിരുന്നു. അപ്പം അതിൻ്റെ വാർത്തകളെല്ലാം നമ്മൾ വിശകലനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെയും നമുക്ക് വാർത്തകളുമായി വീണ്ടും കാണാം.